അനാഥരായ ഭാര്യയും ഭർത്താവും. എന്നാൽ അവർ ജീവനോടെ ഇരിക്കവേ തന്നെ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലോ? സർക്കാരിന്റെ റെക്കോർഡ്സിലെല്ലാം ആ ഭാര്യയും ഭർത്താവും മരണപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അവർ രണ്ടുപേരും ജീവനോട് കൂടിയുണ്ട്. എങ്ങനെയായിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? എന്താണ് അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം മൈലോഡ് എന്ന തമിഴ് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് സെൻട്രൽ മിനിസ്റ്ററായ സുജാതയെ കാണിച്ചുകൊണ്ടാണ്. സുജാതയുടെ 2 കിഡ്നി ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ ഡയാലിസിസ് നടക്കുകയാ. കഷ്ടപ്പെട്ടാണ് സുജാത ജീവിക്കുന്നത്. എത്രയും വേഗം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ സുജാതയുടെ ജീവന് തന്നെ ആപത്താ. ജോലിയിലിരുന്ന സമയത്ത് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ഈ സുജാത. എന്നാൽ ഇന്ന് തന്റെ പവർ ഉപയോഗിച്ച് എത്രയും വേഗം ശസ്ത്രക്രിയ നടത്തണമെന്നാണ് സുജാത കരുതുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. സുജാതയ്ക്ക് റെയർ ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഡോണറെ കിട്ടുവാനായിട്ടും പാടാണ്. എല്ലാവരും ചേർന്ന് ഡോണറെ അന്വേഷിക്കുന്നു. എന്നാൽ അവസാനം തമിഴ്നാട്ടിലുള്ള മുത്തുസിരിപ്പി എന്നൊരാളുമായിട്ട് മാച്ച് ആകുന്നു എന്നുള്ള കാര്യം PA വന്ന് പറയുന്നു. എന്ത് കൊടുത്തിട്ടായാലും മുത്തുസിരിപ്പിയെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം, തന്റെ സർജറി നടത്തണമെന്നും സുജാത പറയുന്നു. അങ്ങനെ CM ആണെങ്കിലോ മുത്തുസിരിപ്പിയെ കണ്ടുപിടിക്കുവാനായും പോവുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി മുത്തുസിരിപ്പിയാണ് കാണിക്കുന്നത്. മുത്തുസിരിപ്പിയാണ് നമ്മുടെ കഥയിലെ നായകനും. ഒരു ഹോസ്പിറ്റലിന് മുന്നിൽ നിന്ന് സമരം ചെയ്യുകയാണ് മുത്തുസിരിപ്പി. കാരണം എന്തെന്നാൽ മുത്തുസിരിപ്പിയും ഭാര്യയെ സുശീലയും ജീവിച്ചിരിക്കവേ തന്നെ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തുസിരിപ്പിക്കും ഭാര്യയെ സുശീലയ്ക്കും ആധാറോ റേഷൻ കാർഡോ ഒന്നും തന്നെയില്ല. ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഹോസ്പിറ്റലിനെതിരായിട്ടാണ് മുത്തുസിരിപ്പി ഇപ്പോൾ പോരാടുന്നത്. ജീവനോട് കൂടിയിരിക്കുന്ന 2 പേർക്ക് എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് ഡോക്ടറിനോട് മുത്തുസിരിപ്പി ചോദിക്കുന്നുണ്ട്. പോരാട്ടം നടക്കുന്ന സമയത്ത് അവിടേക്ക് ഒരുപാട് രാഷ്ട്രീയക്കാരും വരും. എന്നാൽ അത് കാണുന്ന മുത്തുസിരിപ്പിയാണെങ്കിലോ തൂങ്ങുമനയും കയറി നിൽക്കുന്നു. പക്ഷേ അവിടേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ കയറിൽ ഷൂട്ട് ചെയ്യുകയും മുത്തുസിരിപ്പിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് മുത്തുസിരിപ്പിയെ ഒരുപാട് തല്ലും. അതേ സമയത്തായിരുന്നു സുജാതയുടെ PA അവിടേക്ക് ചെല്ലുന്നത്. PA ഉടനെ തന്നെ പോലീസുകാരെ പറഞ്ഞു നിർത്തിയതിനു ശേഷം മുത്തുസിരിപ്പിക്ക് അടുത്തേക്ക് എത്തുന്നു. എന്താ നിന്റെ പ്രശ്നം? എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്ന് മുത്തുസിരിപ്പിയോട് PA പറയുമ്പോഴോ, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്? എന്താ നിങ്ങളുടെ ആവശ്യമെന്നും മുത്തുസിരിപ്പി ചോദിക്കുന്നു. അപ്പോൾ അവരുടെ ആവശ്യം തുറന്നു പറയുകയാണ്. മിനിസ്റ്ററായ സുജാതയുടെ 2 കിഡ്നി ഫെയിലാണ്. എത്രയും വേഗം സർജറി നടത്തണം. മുത്തുസിരിപ്പിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാത്രമേ മാച്ച് ആകുന്നുള്ളൂ. അതുകൊണ്ട് മുത്തുസിരിപ്പിയുടെ ഒരു കിഡ്നി തരണമെന്നും PA ആവശ്യപ്പെടുന്നു. അത് കേട്ട മുത്തുസിരിപ്പിയാണെങ്കിലോ ഒന്ന് ചിന്തിക്കും. നിങ്ങൾ പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാമെന്ന് കൂടി PA പറഞ്ഞപ്പോഴോ മുത്തുസിരിപ്പി കിഡ്നി കൊടുക്കുവാനായും തയ്യാറാകുന്നു. പകരം തനിക്ക് റേഷൻ കാർഡ് ഒപ്പിച്ച് തരണമെന്നാണ് മുത്തുസിരിപ്പി ആവശ്യപ്പെട്ടത്. അത് കേട്ട PA ആണെങ്കിലോ ഇതെന്താ അത്ര എളുപ്പമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ റേഷൻ കാർഡിന്റെ കാര്യത്തിനായും പോകുന്നു. അപ്പോഴാണ് ഒരിക്കലും റേഷൻ കാർഡ് ഒപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മിനിസ്റ്റർ അറിയുന്നത്. കാരണം ജീവനോട് കൂടിയിരിക്കുന്ന മുത്തുസിരിപ്പിക്കും ഭാര്യയെ സുശീലയ്ക്കും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. സർക്കാരിന്റെ രേഖപ്രകാരം അവർ 2 പേരും മരണപ്പെട്ടവരാണ്. റേഷൻ കാർഡ് എടുക്കുന്നതിൽ ഇത്രയും ഗുലുമാലുള്ളത് കൊണ്ട് തന്നെ PA നേരെ എത്തുന്നത് കതിർവേലൻ എന്നൊരു മീഡിയ പേഴ്സൺ അടുത്തേക്കാണ്. സത്യത്തിൽ മുത്തുസിരിപ്പിയും സുശീലയും ഒക്കെ ഇങ്ങനെ പോരാട്ടം നടത്തണമെന്ന് പറഞ്ഞ് അവരെ ഈ ഒരു കാര്യത്തിലേക്ക് ഇറക്കി വിട്ടത് തന്നെ കതിർവേലനാണ്. അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും കതിർവേലനാ. അതറിഞ്ഞതുകൊണ്ടാണ് PA കതിർവേലൻ അടുത്തേക്ക് എത്തിയിരിക്കുന്നതും. എന്നിട്ട് എന്താണ് യഥാർത്ഥത്തിൽ മുത്തുസിരിപ്പിയുടെ പ്രശ്നമെന്നും PA ചോദിക്കുന്നു. അപ്പോഴാണ് കതിർവേലൻ അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. സത്യത്തിൽ മുത്തുസിരിപ്പിയും സുശീലയും അനാഥ കുട്ടികളായിരുന്നു. അവരുടെ 2 പേരുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നത് ഒരു മുത്തശ്ശനാ. അവരെ ഏകദേശം എടുത്തു വളർത്തുന്നത് പോലെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു എന്ന് തന്നെ പറയാം. മുത്തശ്ശനാണെങ്കിലോ നന്നായിട്ട് അവർ 2 പേരെയും വളർത്തി. വളർന്നു വലുതായ മുത്തുസിരിപ്പിയും സുശീലയും ഒരു തീപ്പെട്ടി ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഒരു ദിവസം ആ മുത്തശ്ശന് സുഖമില്ലാതായി. മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് മുത്തുസിരിപ്പിയുടെ കയ്യിൽ സുശീല ഏൽപ്പിച്ച മുത്തശ്ശൻ ഇവളുടെ കാര്യം നീ നന്നായിട്ട് നോക്കണമെന്നും പറഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. അതിനുശേഷം മുത്തുസിരിപ്പിയാണെങ്കിലോ സുശീലയെ വിവാഹം കഴിപ്പിക്കുവാനായിട്ട് ഒരുപാട് കല്യാണാലോചനകളൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ സുശീലയ്ക്ക് അതിനൊന്നും താല്പര്യമേ ഇല്ല. സുശീലയ്ക്കാണെങ്കിലോ മുത്തുസിരിപ്പിയാണ് ഇഷ്ടം.
അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാത്രി മുത്തശ്ശൻ ദേഹത്ത് കൂടിയതുപോലെ സുശീല അഭിനയിക്കുന്നു. ഡേയ് മുത്തുസിരിപ്പി, ഞാൻ മരിക്കുന്ന സമയത്ത് നിന്നോട് എന്താ അവസാനമായി പറഞ്ഞത്? സുശീലയെ നീ അവസാനം വരെയും നന്നായിട്ട് നോക്കണമെന്ന്. എന്നിട്ട് നീ എന്തിനാ അവൾക്ക് മറ്റ് വിവാഹാലോചനകൾ നോക്കുന്നത്? നിനക്കവളെ വിവാഹം കഴിച്ചൂടെ എന്നും മുത്തശ്ശൻ പറയുന്നു. എന്നാൽ അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മുത്തുസിരിപ്പി. സത്യത്തിൽ മുത്തുസിരിപ്പിക്ക് മുത്തശ്ശനെ നല്ല പേടിയാ. മുത്തശ്ശൻ എന്ത് പറയുന്നോ അതുപോലെ മുത്തുസിരിപ്പി അനുസരിക്കും. മുത്തുസിരിപ്പിയാണെങ്കിലോ താൻ തന്നെ സുശീലയെ വിവാഹം കഴിക്കാമെന്നും മുത്തശ്ശനോട് സമ്മതിക്കുന്നു. പക്ഷേ അതെല്ലാം സുശീലയുടെ അഭിനയമാണല്ലോ. മുത്തുസിരിപ്പിക്ക് അതൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ സുശീലയുടെ ദേഹത്ത് നിന്നും മുത്തശ്ശൻ ഇറങ്ങിയ ഉടനെ തന്നെ മുത്തുസിരിപ്പി സുശീലയോട്, അതെ മുത്തശ്ശൻ ഇങ്ങനെ നിന്റെ ദേഹത്ത് വന്നിട്ട് നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. നീ വേറെ ഒന്നും മനസ്സിൽ കരുതരുതേ എന്ന് മുത്തുസിരിപ്പി പറയുമ്പോഴോ ഉടനെ തന്നെ സുശീല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നമുക്ക് വിവാഹം കഴിക്കാമെന്നും മുത്തുസിരിപ്പിയുടെ മുഖത്ത് നോക്കി പറയുന്നു. അവളുടെ മനസ്സിലുള്ള ഇഷ്ടവും അവനോട് തുറന്നു പറഞ്ഞതോടുകൂടി രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുവാനായി ആരംഭിച്ചു. അതിനുശേഷം അവർ ഒരുമിച്ചാണ് തീപ്പെട്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നതും. രണ്ടുപേരും ഒരു കുടുംബമായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പോയി റേഷൻ കാർഡും എടുക്കുകയാണ്. റേഷൻ കാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു സുശീല. സുശീല കാർഡുമായിട്ട് നേരെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ട് വരുന്ന വഴിയിൽ സുശീല മയങ്ങി വീഴുന്നു. പക്ഷേ ആ വഴിയിലൊന്നും ആൾവാസം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ സുശീല അവിടെ മയങ്ങിക്കിടക്കുന്നത് ആരും അറിഞ്ഞതേയില്ല. മാത്രമല്ല ഒരുപാട് ബ്ലീഡിങ്ങും അവൾക്ക് സംഭവിച്ചിരുന്നു. എന്നാൽ സുശീലയെ കാണാതെ മുത്തുസിരിപ്പി അവിടെ മുഴുവൻ അന്വേഷിക്കും. ആരും തന്നെ സുശീലയെ കണ്ടതുമില്ല. അവനെ ആകെ വെപ്രാളമായി. സുശീലയെ തിരക്കി ഓടുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയും, ആ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടി നടന്നു വരുന്നത് കണ്ടുവെന്ന്. ഉടനെ തന്നെ മുത്തുസിരിപ്പി ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ അവിടെ ഒരുപാട് ബ്ലീഡിങ്ങുമായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന സുശീലയാണ് മുത്തുസിരിപ്പി കണ്ടത്. മുത്തുസിരിപ്പി ആകെ തകർന്നു പോകുന്നു. ഉടനെ തന്നെ സുശീലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവൾക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അധികം സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുശീലയുടെ ബ്ലീഡിങ്ങും നിൽക്കാത്തത് കൊണ്ട് ഉടനെ തന്നെ മുത്തുസിരിപ്പി അവളെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഒരുപാട് കാശ് ചെലവാവുകയാണ്. മുത്തുസിരിപ്പിയുടെ കയ്യിലും അതിനു വേണ്ടിയിട്ടുള്ള കാശുമില്ല. മുത്തുസിരിപ്പി അങ്ങനെ കാശയ്ക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നും കാശ് വന്ന് വാങ്ങുന്നു. അങ്ങനെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും സുശീലയുടെ ആരോഗ്യത്തിന് വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്നതേയില്ല. മുത്തുസിരിപ്പിയാണെങ്കിലോ കാശ് ഒരുപാട് കടവും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 2-2.5 ലക്ഷം രൂപയോളം ആ ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്നും മുത്തുസിരിപ്പി വാങ്ങി. എന്നിട്ടും സുശീല നേരെയാകുന്നതേയില്ല. എന്നാൽ ഒരു ദിവസം പലിശക്കാരൻ മുത്തുസിരിപ്പിയോട് ഒരു ഐഡിയ പറയും. നീ ഒരുപാട് നാളായിട്ട് നിന്റെ ഭാര്യയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണല്ലോ, പക്ഷേ എന്നിട്ടും അവളുടെ കാര്യം നേരെയാകുന്നില്ല. ഞാനൊരു ഹോസ്പിറ്റൽ പറഞ്ഞു തരാം, നീ അവിടെ കൊണ്ടുപോ, അവൾക്കുള്ള നല്ല ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുമെന്നും ആ ഒരു പലിശക്കാരൻ പറയുന്നു. അതനുസരിച്ച് അയാൾ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് മുത്തുസിരിപ്പി സുശീലയും കൊണ്ടുപോകുന്നു. പരിശോധിച്ച ഡോക്ടർ സുശീലയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു മുഴ വളരുന്നുണ്ട്, അതാണ് പ്രശ്നം, എത്രയും വേഗം സർജറി ചെയ്യണമെന്നും പറയുകയാണ്. അങ്ങനെ സർജറിയും കഴിയുന്നു. ഏകദേശം സുശീല ഓക്കെ ആയി വരികയാണ്. എന്നാൽ കാശാണെങ്കിൽ ഒരുപാട് തിരികെ കൊടുക്കുവാനായിട്ടുണ്ടല്ലോ പലിശക്കാരന്. 2-2.5 ലക്ഷം രൂപ പലിശ എല്ലാം ചേർത്ത് ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ വരും. മുത്തുസിരിപ്പിക്ക് അത്രയും കാശൊന്നും തിരികെ കൊടുക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം പലിശക്കാരന് നന്നായിട്ട് അറിയാം. സാധാരണ ജോലി ചെയ്യുന്ന മുത്തുസിരിപ്പി എങ്ങനെയാ 3-3.5 ലക്ഷം രൂപ തിരികെ കൊടുക്കുന്നത്? എടാ മുത്തുസിരിപ്പി, നിനക്ക് ഇത്രയും കാശൊന്നും തിരികെ തരാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒരു ഐഡിയ ചെയ്, ഞാൻ പറയുന്നത് കണക്ക് ചെയ്തു കഴിഞ്ഞാൽ നീ ഈ ഒരു കാശൊന്നും നീ തിരികെ തരണ്ട. നിന്റെയും നിന്റെ ഭാര്യയുടെയും ഓരോ കിഡ്നി വീതം വിൽക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് കാശ് കിട്ടുമല്ലോ, എന്റെ കടവും തീരുമല്ലോ എന്നുള്ള കാര്യം പലിശക്കാരൻ പറയുന്നു. അത് കേട്ട മുത്തുസിരിപ്പിയാണെങ്കിൽ, എന്റെ ഭാര്യയുടെ ഓപ്പറേഷനൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അവളെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട, ഞാൻ വേണമെങ്കിൽ എന്റെ കിഡ്നി തരാമെന്നും മുത്തുസിരിപ്പി പറയുന്നു. അത് കേട്ട് പലിശക്കാരന് ദേഷ്യം വരും. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പറയുമ്പോൾ നീ എനിക്ക് ഇങ്ങോട്ട് ഐഡിയ പറഞ്ഞു തരുന്നോ? നീയാണെങ്കിൽ എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നു തീർക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ രണ്ടുപേരുടെയും കിഡ്നി ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. അയാളുടെ ഒരു വിരട്ടൽ പേടിച്ച് അന്നേ ദിവസം രാത്രി തന്നെ മുത്തുസിരിപ്പി തന്റെ ഭാര്യയും കൊണ്ട് നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യം പലിശക്കാരൻ അറിയുന്നു. അതോടുകൂടി പലിശക്കാരന് വല്ലാതെ ദേഷ്യം വരികയാണ്. മുത്തുസിരിപ്പി സുശീലയും കൊണ്ട് മറ്റൊരു നാട്ടിൽ പോയി സുഖമായി ജീവിച്ചു. എന്നാൽ ഈ പലിശക്കാരനാണെങ്കിലോ ഒരു തീപിടുത്തം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ സുശീലയും മുത്തുസിരിപ്പിയും വെന്ത് മരിച്ചു എന്ന് വരുത്തി തീർത്തു.
അവരുടെ രണ്ടുപേരുടെയും പേരിൽ ഡെത്ത് സർട്ടിഫിക്കറ്റും ഒപ്പിച്ചെടുത്തു. രണ്ടുപേരുടെയും പേരിൽ കിട്ടിയ കാശും പലിശക്കാരൻ തന്നെ ഒപ്പിച്ചെടുക്കുകയാണ്. എന്നാൽ ഈ ഒരു വിവരം മുത്തുസിർപ്പി അറിഞ്ഞു. മുത്തുസിർപ്പി നേരെ പലിശക്കാരനടുത്തെത്തിയിട്ട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോഴോ, നീ എന്തായാലും ഞാൻ തന്ന കാശ് തിരികെ തരുവാനായിട്ട് പോകുന്നില്ല. നിന്റെ പേരിൽ കിട്ടിയ നഷ്ടപരിഹാരമെങ്കിലും ഞാൻ വാങ്ങിയെടുക്കട്ടെ, അങ്ങനെയെങ്കിലും എനിക്ക് മുതലാകട്ടെ എന്നാണ് പലിശക്കാരൻ പറഞ്ഞത്. മുത്തുസിർപ്പിയും സുശീലയും പലിശക്കാരൻ അവിടെ നിന്ന് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. ഇതാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും കതിർവേലൻ പറയുന്നു. അത് കേട്ട് പി എ ആണെങ്കിലോ താൻ വന്ന കാര്യം കതിർവേലനോട് പറയുകയാണ്. പി എ പോയി കഴിഞ്ഞതിന് ശേഷം കതിർവേലൻ നേരെ പോകുന്നത് മുത്തുസിർപ്പിക്ക് അടുത്തേക്കാണ്. എന്നിട്ട് മുത്തുസിർപ്പിയോട്, എടാ, നിനക്കുള്ള വലിയൊരു ചാൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ ഒരു മിനിസ്റ്ററിലെ അവരാണെങ്കിൽ അധികാരത്തിലിരുന്ന സമയത്ത് ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള മിനിസ്റ്ററിന്റെ ജീവൻ ഇപ്പോൾ നിന്റെ കൈവശമാണെന്നും കതിർവേലൻ പറയുന്നു. മുത്തുസിർപ്പി പി എക്കടുത്തെത്തി കിഡ്നി കൊടുക്കുവാനായിട്ട് താൻ തയ്യാറാണെന്ന് പറയുന്നു. അതിനുശേഷം മുത്തുസിർപ്പി തന്റെ കുറച്ച് ഡിമാൻഡ്സും പറയുകയാണ്. ഒന്ന്, പലിശക്കാരനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. രണ്ടാമത്, മുത്തുസിർപ്പിയും ഭാര്യയായി സുശീലയും ജീവനോട് കൂടിയുണ്ടെന്ന് തെളിയിക്കണം. മൂന്നാമത്, അവർക്കില്ലാത്ത റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ എടുത്തു കൊടുക്കണം. ഇതായിരുന്നു മുത്തുസിർപ്പിയുടെ ആവശ്യം. അങ്ങനെ പി എ ആണെങ്കിലോ മുത്തുസിർപ്പിയും ഭാര്യയും കൂടി നേരെ കോടതിയിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും ജീവനോട് കൂടിയുണ്ടെന്ന് പ്രൂവ് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പലിശക്കാരനെ അറസ്റ്റും ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ മുത്തുസിർപ്പിയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവരികയാണ്. വലിയ ഹോസ്പിറ്റലായിരുന്നു അത്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവിടെ വെച്ചാണ് സർജറി നടക്കുവാനായിട്ടും പോകുന്നത്. എന്നാൽ അവിടെ എത്തുന്ന സമയത്ത് സുശീലയ്ക്ക് നല്ല വയറുവേദന എടുക്കുന്നു എന്നുള്ള കാര്യം സുശീല പറയുകയുണ്ടായി. ഉടനെ തന്നെ മുത്തുസിർപ്പി പി എയോട് ആവശ്യപ്പെടുന്നത് തന്റെ ഭാര്യയ്ക്കും ഇതേ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ പി എയും സുശീലയ്ക്ക് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. എന്നാൽ സർജറിക്ക് മുൻപ് സുജാത പി എയോട് പറയുന്നത്, നമ്മളിപ്പോൾ നടത്താൻ പോകുന്ന സർജറി ഇല്ലീഗലായിട്ട് നടക്കുന്നതാണ്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ സർജറി എല്ലാം കഴിഞ്ഞ് ആരും അറിയാതെ മുത്തുസിർപ്പിയും സുശീലയും എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയണമെന്നായിരുന്നു സുജാതയുടെ ആവശ്യം. പക്ഷേ ഇതൊന്നും പാവം മുത്തുസിർപ്പിക്കും സുശീലയ്ക്കും അറിയത്തില്ലല്ലോ. അവർ മരിക്കുവാനായിട്ട് പോവുകയാണെന്നൊന്നും അവർക്കറിയത്തില്ല. അവരാണെങ്കിലോ അവർ ആവശ്യപ്പെട്ട കാര്യം നടന്നതിന്റെ സന്തോഷത്തിലുമായിരുന്നു. എന്നാൽ അതേസമയം തന്നെയായിരുന്നു സുശീലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്കാൻ എടുക്കുന്ന സമയത്ത് സുശീലയ്ക്ക് ഒരു കിഡ്നി ഇല്ല എന്നുള്ള കാര്യം അവരെല്ലാവരും അറിയുന്നു. അത് കേട്ട് മുത്തുസിർപ്പി ഞെട്ടിപ്പോവുകയാണ്. തന്റെ ഭാര്യയ്ക്ക് കിഡ്നി ഇല്ലെന്നോ? ആരാ ഇതിനു മുൻപ് അവളുടെ കിഡ്നി എടുത്തത്? ഇതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എൻ്റെ ഭാര്യയുടെ കിഡ്നി എങ്ങനെയാ നഷ്ടമായതെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിനിസ്റ്റർക്ക് കിഡ്നി കൊടുക്കുവാനായിട്ട് തയ്യാറാകില്ല എന്നും മുത്തുസിർപ്പി ബഹളമുണ്ടാക്കുന്നു. ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചു കൊടുക്കാമെന്നുള്ള കാര്യം പി എയും വാക്കു കൊടുക്കുന്നു. എന്നാൽ മുത്തുസിർപ്പിയാണെങ്കിലോ ആകെ ടെൻഷൻ. എന്തായിരിക്കാം ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് തന്റെ ഭാര്യയുടെ ഒരു കിഡ്നി നഷ്ടമായതെന്നൊക്കെ മുത്തുസിർപ്പി ചിന്തിക്കുന്നു. അതേസമയം നാട്ടിൽ വെച്ച് നടന്ന സർജറിയിൽ ഇനി എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകുന്നു. അതറിയണമെങ്കിൽ നാട്ടിലേക്ക് തന്നെ പോകണമെന്നും മുത്തുസിർപ്പി ചിന്തിക്കും. അന്നേ ദിവസം രാത്രി തന്നെ തന്റെ ഭാര്യയും കൊണ്ട് മുത്തുസിർപ്പി നാട്ടിലേക്ക് പോവുകയാണ്. മുത്തുസിർപ്പിയും സുശീലയും കാണാനില്ല എന്നുള്ള കാര്യം പി എ ഉടനെ തന്നെ സുജാതയെ അറിയിക്കുന്നു. സുജാതയ്ക്ക് ആകെ ദേഷ്യമായി. എത്രയും വേഗം മുത്തുസിർപ്പിയെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം. 2 ദിവസത്തിനകം സർജറി നടക്കാനുള്ളതാണെന്നും സുജാത പറയുന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ മുത്തുസിർപ്പിയെ അന്വേഷിച്ച് പോവുകയാണ്. മറ്റൊരു വശത്ത് മുത്തുസിർപ്പി നേരെ എത്തിയിരിക്കുന്നത് കതിർവേലനടുത്തും. കതിർവേലനും മുത്തുസിർപ്പിയും സുശീലയും കൂടി നേരെ എത്തുന്നത് ഒരു വക്കീലിനടുത്തേക്കാണ്. അങ്ങനെ അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. പലിശക്കാരൻ പറഞ്ഞ ഹോസ്പിറ്റലിലാണ് മുത്തുസിർപ്പി തന്റെ ഭാര്യയെ സുശീലയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തത്. അവിടെ വെച്ചൊരു സർജറി നടക്കുകയുണ്ടായി. ഇതിനിടയിലാകാം കിഡ്നി നഷ്ടമായതും. ഇതിനെല്ലാം പിന്നിൽ ആ ഒരു പലിശക്കാരനാണ്. മാത്രമല്ല, മുത്തുസിർപ്പിയുടെ കിഡ്നി എടുക്കുന്നതിനുള്ള സർജറി നടക്കുവാനായും പോവുകയാണ്. മിനിസ്റ്ററായിട്ടുള്ള സുജാതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സർജറി നടക്കുവാനായും പോകുന്നതും. ഇത് ആരും അറിയാത്ത കാര്യമാണെന്നുള്ളതും വക്കീല് വാദിക്കുന്നു. പലിശക്കാരൻ പറഞ്ഞ ഹോസ്പിറ്റലിലെ ഡോക്ടർ സുശീലയെ ചെക്ക് ചെയ്തതിനു ശേഷം സുശീലയ്ക്ക് ഓവർ ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് യൂട്രസിൽ മുഴയാണെന്നും യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി നടത്തണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് സർജറി നടന്നത്. ആ സർജറിയിൽ സുശീലയുടെ യൂട്രസ് റിമൂവ് ചെയ്യാതെ കിഡ്നിയാണ് അവർ എടുത്തത്. പക്ഷേ ഈ ഒരു കാര്യമൊന്നും സുശീലയ്ക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ പിന്നീടും അവൾക്ക് വയറുവേദന തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മറ്റൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കിയ സമയത്താണ് സുശീലയ്ക്ക് യൂട്രസിന് യാതൊരുവിധ പ്രശ്നവുമില്ല. പീരീഡ്സ് ആകുന്ന സമയത്ത്
സമയത്തുണ്ടാകുന്ന ഓവർ ബ്ലീഡിംഗ് ആണ് കാരണം. ആ ഒരു ഡോക്ടർ നടത്തിയ പരിശോധനയിൽ നിന്നാണ് സുശീലയുടെ ദേഹത്തു നിന്നും ഒരു കിഡ്നി നഷ്ടമായിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തുവാനേയും കഴിഞ്ഞത്. പാവങ്ങൾക്ക് നീതി വാങ്ങി കൊടുക്കണമെന്നും വക്കീൽ വാദിക്കുന്നു. എന്നാൽ മിനിസ്റ്ററിന്റെ വക്കീൽ പറയുന്നത് കാശിനു വേണ്ടിയിട്ട് ഇവർ കള്ളക്കേസ് കൊടുത്തതെന്നാണ്. അങ്ങനെ കേസിന്റെ വിധി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. വെളിയിലിറങ്ങുന്ന മുത്തുസിർപ്പിയും സുശീലയും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മിനിസ്റ്ററിന്റെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇനി ആകെ 2 ദിവസം കൂടിയേ ഉള്ളൂ സർജറി നടക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് മിനിസ്റ്ററിന്റെ ഗുണ്ടകൾ. പക്ഷേ അവിടെ നമ്മുടെ കതിർവേലനിലെ ഒരു ഐഡിയ ചെയ്യുകയാണ്. മുത്തുസിർപ്പിയും സുശീലയും പുറത്തിറങ്ങാതെ കോടതിയിൽ തന്നെ അവരെ ഇരുത്തുന്നു. പുറത്തിറങ്ങിയാൽ 2 പാവങ്ങളെയും കൊന്നുകളയും എന്നുള്ള കാര്യം കതിർവേലന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കതിർവേലൻ അവരെ കോടതിയിൽ തന്നെ ഇരുത്തിയിരിക്കുന്നതും. എന്നാൽ ഗുണ്ടകളുടെ കയ്യിൽ പെട്ടുപോയത് കതിർവേലനായിരുന്നു. കതിർവേലനെ കൊണ്ടുവന്ന് അവർ ഒരുപാട് അടിച്ച് ചോദ്യം ചെയ്യും. പക്ഷേ എത്ര തന്നെ ചോദിച്ചിട്ടും എവിടെയാണ് മുത്തുസിർപ്പിയും സുശീലയും ഉള്ളതെന്നുള്ള കാര്യം കതിർവേലൻ പറഞ്ഞു കൊടുത്തതേയില്ല. അങ്ങനെ 2-3 ദിവസം കടന്നു പോകുന്നു. മുത്തുസിർപ്പിയും സുശീലയും ഇപ്പോൾ ഉള്ളത് ജഡ്ജിനൊപ്പമാണ്. ജഡ്ജിന് മിനിസ്റ്ററിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ജഡ്ജി പറയുന്നത് നമ്മുടെ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ മിനിസ്റ്ററാണ് സുജാത. അവർ ഒരുപാട് പേരെ കൊന്നൊടുക്കി, ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു. ഇന്നവർ അവരുടെ ജീവന് വേണ്ടിയിട്ട് സാധാരണ ഒരുത്തന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാ. ദൈവം എന്താ അല്ലേ ഇങ്ങനെ? പക്ഷേ നിന്നെ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ കൊന്നുകളയുമെന്നുള്ള കാര്യവും ജഡ്ജി പറയുന്നു. ജഡ്ജി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ മുത്തുസിർപ്പിയും സുശീലയും സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നതും. നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം, അവർ എന്ത് ചെയ്യാനും മടിക്കാത്ത സ്ത്രീയാണെന്നുള്ള കാര്യവും ജഡ്ജി പറയുന്നു. മറ്റൊരു വശത്ത് സുജാതയുടെ ഓപ്പറേഷന് ദിവസം എത്തി. എന്നാൽ സുജാതയ്ക്ക് ഡോണറിനെ ഇതുവരെയും കിട്ടിയില്ലല്ലോ. സുജാത തന്റെ 2 മക്കൾക്കടുത്തേക്കും ചെല്ലുകയാണ്. എന്തായാലും ഡോണറിനെ കിട്ടിയിട്ടില്ല. ഞാൻ ഇതുവരെയും ആരുടെ കാലിലും വീണ് കെഞ്ചിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. എനിക്ക് എന്തായാലും സർജറി നടത്തണം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് കിഡ്നി തന്ന് സഹായിക്കണം. ആരാണോ എനിക്ക് കിഡ്നി തരുന്നത് അവർക്കായിരിക്കും എന്റെ മുഴുവൻ സ്വത്തെന്നും സുജാത പറയുന്നു. അത് കേട്ടതും മകൻ ഫ്ലാറ്റ് ആവുകയാണ്. മകൻ ഉടനെ തന്നെ കിഡ്നി കൊടുക്കുവാനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടുകയും ചെയ്യുന്നു. മുത്തുസിർപ്പിയും സുശീലയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു പേരെ അയക്കുകയും ചെയ്തു. മുത്തുസിർപ്പിയും സുശീലയും ഉള്ളത് കോടതിയിലാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കോടതിയിൽ ബോംബ് വെച്ച് എന്ന ഫേക്ക് ആയിട്ടുള്ള പ്രശ്നമുണ്ടാക്കി അവിടെ ആകെ ഒരു വെപ്രാളം സൃഷ്ടിച്ചതിന് ശേഷം ഈ ഗുണ്ടകൾ അകത്തേക്ക് കടക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ജഡ്ജിയാണെങ്കിൽ ആരും അറിയാതെ കോടതിയുടെ പുറകുവശം വഴി മുത്തുസിർപ്പിയും സുശീലയും പുറകിലൂടെ പറഞ്ഞുവിടുന്നു. അവരെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് പുറത്ത് കതിർവേലനും ഉണ്ടായിരുന്നു. അവരെ 2 പേരെയും ലോറിയിൽ കയറ്റിയ കതിർവേലൻ എവിടെയെങ്കിലും പോയി ജീവിക്കുവാനായിട്ടും പറയുന്നു. മറ്റൊരു വശത്ത് ഹോസ്പിറ്റലിലുള്ള സുജാതയ്ക്ക് സീരിയസ് ആവുകയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഉടനെ സർജറി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ സുജാത മരണപ്പെട്ടു പോകും. തന്റെ മകൻ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മകനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സുജാത. എന്നാൽ ഒരുപാട് നേരമായിട്ടും മകനെ കാണുന്നതേയില്ല. ഫോൺ വിളിച്ചിട്ടും മകനും എടുക്കുന്നില്ല, മകളും എടുക്കുന്നില്ല. 2 പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 2 പേർക്കും കിഡ്നി കൊടുക്കുവാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ അതേസമയം സുജാതയുടെ കണ്ണൊക്കെ മയങ്ങി മയങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം, ആ ഒരു കണ്ടീഷനിലാണ്. എന്നാൽ അതേസമയം സുജാത പകുതി മയക്കത്തിൽ കാണുന്ന കാഴ്ച തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന മുത്തുസിർപ്പിയാണ്. സത്യത്തിൽ മുത്തുസിർപ്പിയും ഭാര്യയും അന്ന് ലോറിയിൽ കയറി പോയില്ലേ? അപ്പോൾ അവർക്ക് മനസ്സിന് മാറ്റമുണ്ടായി. മുത്തുസിർപ്പി പറയുന്നത് താൻ കാരണം ആ ഒരു മിനിസ്റ്റർ മരണപ്പെട്ടു പോയാൽ അതും ഒരു കണക്കിന് കൊലയല്ലേ. താൻ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ രക്ഷപ്പെടുമെന്നുള്ള കാര്യവും മുത്തുസിർപ്പി പറയുന്നു. സത്യത്തിൽ മുത്തുസിർപ്പിയും ഭാര്യയും മറ്റുള്ളവരുടെ ജീവന് വില കൊടുക്കുന്ന ആളാണ്. ഒരു ചെറിയ ജീവിക്ക് പോലും എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ അവർ 2 പേരും അതിനെ നന്നായിട്ട് നോക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന നല്ല മനസ്സിനുടമയാണ് മുത്തുസിർപ്പിയും സുശീലയും. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത്. അങ്ങനെ മുത്തുസിർപ്പിയാണെങ്കിലോ സുജാതയ്ക്ക് കിഡ്നി കൊടുക്കുവാനും തയ്യാറാകുന്നു. സർജറിയും നല്ല സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയാണ്. സുജാതയും പതിയെ ജീവിതത്തിലേക്കും തിരികെ വരുന്നു. മുത്തുസിർപ്പിക്ക് ഒരു ബാഗ് നിറയെ കാശ് കൊടുക്കുകയാണ്. എന്നാൽ മുത്തുസിർപ്പിയാണെങ്കിൽ ആ കാശ് വാങ്ങുവാനേയും കൂട്ടാക്കുന്നില്ല. കാശിന് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത്. കാശിന് മുകളിൽ മറ്റൊരു കാര്യമുണ്ട്, സഹജീവി സ്നേഹം. മാത്രവുമല്ല സ്നേഹവും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയവും അധികാരവും നിങ്ങളുടെ കയ്യിലുള്ള കാശും കൊണ്ടൊന്നും ഒരിക്കലും ഒരു കാര്യവും നമുക്ക് നേടാനായിട്ട് കഴിയില്ല. അതിന് മനസ്സിൽ നല്ല സ്നേഹമാണ് വേണ്ടതെന്ന് പറഞ്ഞ് എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ പെരുമാറേണ്ടതെന്നും ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കണം സാധാരണ ജനങ്ങളെ കാണേണ്ടതെന്നും മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട സ്നേഹത്തിനെ കുറിച്ചും സുജാതയ്ക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് മുത്തുസിർപ്പിയും സുശീലയും അവിടെ നിന്ന് പോകുന്നത്. മുത്തുസിർപ്പിയുടെ വാക്കുകളിൽ നിന്നും താൻ എത്ര വലിയ ദ്രോഹമാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതെന്നും താൻ ഒരുപാട് പേരെ ദ്രോഹിച്ചിരുന്നെന്നും അവർ ചെയ്ത തെറ്റുമെല്ലാം സുജാതയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ സുജാതയാണെങ്കിലോ തന്റെ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് സാധാരണ ഒരു ജീവിതം നയിക്കുവാനായും തയ്യാറാവുകയാണ്. സുജാത തന്റെ മിനിസ്റ്റർ പദവിയും രാജിവെക്കുകയാണ്.
സ്നേഹത്തിന്റെ മഹത്വവും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.